ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖം, സന്തോഷം കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ. ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് വീട്ടിലേക്ക് വിരുന്ന് പോണതിന്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പൊ മോള് ക്യാമറയിൽ നോക്കണില്ല, അപ്പൊ ഒന്ന് ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോണത്. കാരണം വലിയ പെരുന്നാളിന് ഒളിഹത്ത് അർത്ഥ ഇറച്ചിയെല്ലാം ഫ്രീസറിൽ മേടിച്ച് വെച്ചിട്ട് വേണം പോവാന്. കാരണം ഞങ്ങൾ എല്ലാരും പോകും. അപ്പൊ ആരും മേടിക്കാനൊന്നുമില്ല. അപ്പൊ നമ്മൾ തന്നെ മേടിച്ച് അത് ഫ്രീസറിലൊക്കെ ആക്കി വെച്ച് പോവുകയാണ്. പോയി നമ്മൾ പകുതിയോളം കടന്നു കേട്ടോ. പകുതിയല്ല, പകുതിയിലും ഏറെ ആയിണ്ട് കേട്ടോ. ഇടക്ക് വെച്ച് നിർത്തി ഞങ്ങളൊക്കെ ഓരോ ജ്യൂസ് കുടിച്ചു. ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ദാഹട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ ജ്യൂസ് എല്ലാം കുടിച്ച് പിന്നെ കുറച്ച് ബേക്കറി, എവിടെ പോകുകയാണെങ്കിലും ഫ്രീ ആയിട്ട് പോക്കില്ല, എന്തെങ്കിലും ഒരു ബേക്കറി മേടിച്ചിട്ടാണ് പോക്ക്. അപ്പൊ കുറച്ച് ബേക്കറി എല്ലാം മേടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. നമ്മൾ രണ്ടു വഴിക്കും പോകാറുണ്ട് കേട്ടോ. ഒറ്റപ്പാലം വഴി പോകാറുണ്ട്. ഇത് വാണിയംകുളം വഴി, അങ്ങനെ കോതകുറിശി, അങ്ങനെ അറിയണവർക്ക് അറിയാൻ പറ്റും. കാരണം ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ വരുന്ന ഈ ഒരു സ്ഥലം. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ നല്ല മലയുടെ വ്യൂ കണ്ടു കേട്ടോ. പക്ഷെ എടുത്തുനിന്ന് ഞങ്ങൾ നേരിട്ടിട്ട് കാണുമ്പോഴുള്ള ക്ലാരിറ്റി ഒന്നും വീഡിയോ എടുക്കുമ്പോ കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ പിന്നെ ഗവൺമെന്റിന്റെ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയും കൂടെ വന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിട്ടോ. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. പിന്നെ നമ്മള് വീട്ടിലെത്തിയപ്പോ നമ്മള് വെയിറ്റ് ചെയ്ത് എല്ലാരും പോസ്റ്റ് അയക്കണം. ഒരുപാട് ലേറ്റ് ആയി. അകത്ത് കയറി നോക്കുമ്പോ ഓരോരുത്തരും നിസ്കരിക്കലും ഓതലൊക്കെയാണ് കേട്ടോ. കാരണം മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് അത് സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കണമെന്ന് പറയാം. അങ്ങനെയായിട്ട് അകത്ത് കയറി നമ്മൾ വന്നതുപോലും അറിയാതെ അവരെല്ലാരും ഫോണ് നോക്കിയിട്ട് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കായിരുന്നു കുറെ പേര് കേട്ടോ. അങ്ങനെ ഇവരിതാ വന്നത്. നമ്മൾ കുറച്ച് ചായയും വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം ജ്യൂസ് എല്ലാം കുടിച്ചു. അതിന് ശേഷം സംസാരം കാര്യങ്ങളൊക്കെ തുടങ്ങിട്ടോ. മക്കള് ഭയങ്കര ഹാപ്പിയാണ്, കുറെ കൂടിയിട്ടല്ലേ എല്ലാരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യണത്. അപ്പൊ പിന്നെ ഹിബമോള് പിന്നെ ഡ്രസ്സ് ഊരണം എന്നായി. കാരണം ഇവിടെ എത്തിയ ഡ്രസ്സ് ഊരണം, അവരുടേതായ ഒരു കളികൾ ഉണ്ട് കേട്ടോ. പിന്നെ താത്താരുമായിട്ട് നല്ല എന്താ പറയാ കൊഞ്ചലും സംസാരം കാര്യങ്ങളൊക്കെയാണ് എല്ലാരുമായിട്ട്. പിന്നെ എല്ലാരും പോസ്റ്റായി, കുറെ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പോയത് കിച്ചണിലേക്കാണ് കേട്ടോ. കിച്ചണിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അന്ന് ഉച്ചക്ക് അവിടെ മന്തിയും ബീഫ് വരട്ടിയതായിരുന്നു, ചിക്കൻ മന്തിയും ബീഫ് വരട്ടിയതായിരുന്നു. നമ്മള് ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവിടുത്തെ മന്തിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ വയറ് ഫുള്ളായോണ്ട് തന്നെ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇക്ക ഞങ്ങളെ ആക്കിയിട്ട് പിറ്റേ ദിവസം ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോവും. നമുക്ക് 2 ദിവസത്തെ ലീവ് ഉണ്ട് കേട്ടോ. സ്വന്തം വീട്ടില് പെരുന്നാൾക്ക് പോയി നിൽക്കാൻ 2 ദിവസത്തെ ലീവ് ചോദിച്ചിട്ടാണ് നമ്മൾ അവിടുന്നേ വന്നത്. പിന്നെ ഇവിടെ അറബിക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മന്തി റൈസ് എത്ര ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ എടുക്കണം വീഡിയോസ്. പിന്നെ ബീഫ് ഇങ്ങനെ അധികം മസാലകളൊന്നും ഇല്ലാണ്ട് എടുത്ത് വേവിക്കുകയാണ്. പിന്നെ അതിന്റെ ഗ്രേവി എടുത്ത് വറ്റിക്കുക. എന്തൊക്കെ അറബിക് റൈസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. പിന്നെ കണ്ടോ, ഞാൻ കുറച്ച് ഫുഡെല്ലാം കഴിക്കണം കേട്ടോ. മോൾക്ക് വാരി കൊടുക്കും ചെയ്യണം, ഒപ്പം നമ്മളെടുത്ത് കഴിക്കും ചെയ്യണേ. രാത്രി എല്ലാരും കൂടി കൂടുമ്പോ ഒരു 12-1 മണിയെങ്കിലും ആവും ഫുഡെല്ലാം കഴിക്കാൻ സംസാരിച്ചിരുന്നിട്ട്. അപ്പത്തേനും നമ്മുടെ വയറിട്ട് ക്ഷീണമൊന്നും മാറ്റാന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു പ്ലേറ്റ് എടുത്ത് ലേശം ചോറ് കഴിച്ച് പിന്നെ ഉറങ്ങണവർക്ക് മക്കൾക്ക് വേണമെങ്കിൽ ഉറങ്ങും ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ, പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ ചെറിയ നാത്തൂന് നമ്മളെ താത്താടെ മോള് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അതിന്റെ ബാക്കിയാണ് കേട്ടോ. ഈ മൈലാഞ്ചി 7 പെരുന്നാൾ കഴിഞ്ഞാലും മൈലാഞ്ചിടൽ കഴിയില്ല എന്ന് പറയില്ലേ, അങ്ങനെ നമ്മളെല്ലാവർക്കും ഇടാനുണ്ട് കേട്ടോ. മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അവര് പോകും കേട്ടോ. പിന്നെ നമ്മൾ ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാണ്. മക്കളെല്ലാം നല്ല കളിയിലാണ് കേട്ടോ. ബ്രദറിന്റെ മോനാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ അതിന്റെ മുന്നിൽ ഷോ കാണിക്കുകയാണ് കേട്ടോ. ഒട്ടും മോശമല്ല. പുറകില് ഹിമമോളും കൂടി നിൽക്കുന്നുണ്ട്, അവള് ഒട്ടും മോശമല്ല. നമ്മളെല്ലാരും എത്തി. ഫുഡെല്ലാം കഴിച്ചിട്ട് ആങ്ങളെയും വൈഫും വിരുന്ന് പോകും. പക്ഷെ നാളെ തിരിച്ചു വരും കേട്ടോ. അവരൊന്ന് ഉമ്മാനെ കണ്ടു വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പോയാലും നാളെ കാലത്ത് നേരത്തെ വരും. അങ്ങനെ ഫൈനലി മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞു കേട്ടോ. നാത്തൂന്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു, കുറച്ച് വലുപ്പം കൂടി എന്ന് പറഞ്ഞ്. നാത്തൂനല്ല നമ്മള്. പിന്നെ എല്ലാരും പോയി, അവരെല്ലാം പോയിട്ടോ. അവര് വിരുന്ന് പോവാണ്. അങ്ങനെ ഇനി അവര് നാളെ വരും. പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഹിബമോളും ഉപ്പച്ച് സൈഡായി കേട്ടോ. ഇന്ന് ഫുള്ള് മല്ലല്ലായിരുന്നോ, പെരുന്നാളായോണ്ട് തന്നെ അടിച്ച് തമർത്തിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡ് ആയിണ്ട് കേട്ടോ. അപ്പൊ അവര് ഉറങ്ങാൻ സൈഡായപ്പോ ഞാൻ പറഞ്ഞു, എന്നാ ഉറങ്ങിക്കോ, ഞാൻ പോയി മൈലാഞ്ചി ഇട്ടേ എന്ന് പറഞ്ഞ്. അപ്പൊ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ പിറ്റേ ദിവസം നമ്മള് അവിടെ നിന്നാലും ഇക്ക പോകൂട്ടോ, നമ്മളെ കൊണ്ടുവരാനാണ് പിന്നെ വരുള്ളൂ. ഇക്കാടെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയി വരാനാണ്. അങ്ങനെ ഇതാ കാലത്തതാ സൂര്യനെല്ലാം ഉദിച്ചു. ഇവിടെ വന്ന ഈ ഒരു വീഡിയോ എന്റെ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്തോ അതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രണ്ട് എന്നുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നു നോക്കിട്ടോ, കാരണം രാത്രി ഇരുട്ടത്ത് വന്നതുകൊണ്ട് തന്നെ പുറലോകം കണ്ടിട്ടുണ്ടായിരുന്നില്ല രാത്രി. അങ്ങനെ ഉമ്മ ഇതാ തേങ്ങ പൊതിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങുകയാണ്. അപ്പൊ ഞാനും കൂടെ ഒന്ന് ഇറങ്ങിയിട്ടോ. എല്ലാവരും ഒന്നും എണീറ്റിട്ടില്ല, ഹിമമോളൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പൊ മക്കളെല്ലാരും എണീക്കട്ടെ, അപ്പനും എല്ലാം ആക്കിയാൽ മതി വിചാരിച്ചു. ഇക്കി എണീറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനൊന്ന് കുറെ ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കടന്ന് കറങ്ങി. ഞാൻ ഇന്നലെ ഇട്ട മൈലാഞ്ചിരിയാണ് കേട്ടോ, ഞാൻ തന്നെ ഇട്ടതാണ്, എന്റെ കലാവിരുതാണ്. അപ്പൊ ബീഫ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് പത്തിരി നൂൽപുട്ടും ബീഫ് കറിയാണ്, ചിക്കൻ കറിയാണ് കേട്ടോ. മീറ്റിൽ വെച്ച ബീഫ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചിക്കൻ കറിയാണ്. പിന്നെ ഉമ്മ കട്ട് ചെയ്യണ ബീഫ് എന്ന് വെച്ചാൽ ഉച്ചക്കത്തിലേക്ക് കുറച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ ഇതാ നൂൽപുട്ട് ആയിണ്ട്, പത്തിരി ആയിണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കേട്ടോ. ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാരും എണീറ്റിട്ടില്ല. എണീറ്റൊരു എന്താ പറയാ ഒന്ന് പുറത്തേക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് നാരകത്തിന്റെ സപ്പോർട്ടഡ് ഒക്കെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ, ചെറിയ പ്ലാന്റ് ആണ്. അപ്പൊ അതിൽ തന്നെ ചെറിയ പ്ലാവും കാര്യങ്ങളെല്ലാം കൊടുന്നു. നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ. ചെറുതിൽ തന്നെ സപ്പോർട്ടമ്മ നല്ല ഫ്രൂട്ടൊക്കെ ഉണ്ടായി, കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡും എല്ലാം കഴിച്ച് ഒരുപാട് വിരുന്നുകാരുണ്ടായിരുന്നു വീട്ടിലേക്ക്. അവരെല്ലാം പോയതിനു ശേഷം ഞങ്ങളിതാ ഇനി ഒരു യാത്രയാണ്. അപ്പൊ ഇനി ഞാൻ വോയിസ് കൊടുത്തിട്ട് ബോറാക്കണില്ല, എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തത് സബ് ചെയ്യാം. അപ്പൊ ഇനി ഞാനിത് മ്യൂസിക് വെക്കാണ്, കാരണം ഒരുപാട് ഓവറായി സംസാരിച്ചാൽ നിങ്ങൾക്കും മുഷിയും എനിക്കും മുന്നിൽ എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോ ഇനി ഞങ്ങള് ഒറ്റപ്പാലം പോവാണ് കേട്ടോ. താത്താടെ മക്കള് ബാംഗ്ലൂരിൽ പോവാണ്. അപ്പൊ അവരെ യാത്രയ്ക്കാനും അവിടുത്തെ പോയ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോ ഇനി നമുക്ക് അതൊക്കെ കണ്ടാലോ. ബസ് കയറിയാണ് പോണത് ഞങ്ങൾ ഇപ്പൊ കേട്ടോ. ഉപ്പാടെ അടുത്തുനിന്ന് ഇക്ക പോയി, പിന്നെ ഞങ്ങൾ നടന്ന് ബസ്സൊക്കെ കയറി മെല്ലെ ആസ്വദിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് നടന്നു പോവുകയാണ്. കുറച്ച് വഴി നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പൊ ഞങ്ങളിങ്ങനെ ഉല്ലസിച്ചിട്ട് സംസാരിച്ചൊക്കെ മെല്ലെ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കി അതൊക്കെ കാണാം. ഹായ് എന്ന് പറയാൻ പറഞ്ഞപ്പോ ഒരു ഹായ് എന്നൊക്കെ തരുന്നുണ്ട് കേട്ടോ മക്കള്, അവർക്ക് ഞാൻ ഇതിൽ പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്കിനി ബാക്കി വീഡിയോസ് കാണാം.
അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ട്രെയിനിന്റെ ബാക്കിലാണ് കേട്ടോ മറ്റേ ട്രെയിൻ വരുന്നത്, ബാംഗ്ലൂർക്കുള്ളത്. അപ്പൊ 2 മിനിറ്റ് 3 മിനിറ്റും കൂടിയാണ് എത്താൻ. ഇതാണ് കടന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ട്രെയിൻ വരും, അതിലാണ് അവർക്ക് പോവാനുള്ളത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ വോയിസ് ഒന്നും കൊടുത്ത് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഹിബമോൾക്കുള്ള ട്രെയിനിൽ കാരണം പറഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് കയറി ട്രെയിൻ എടുക്കണ വരെ ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. മക്കള് വാപ്പാക്ക് യാത്ര പറയണ, ഇപ്പാക്ക് യാത്ര പറഞ്ഞ ഒരു ഉമ്മൊക്കെ കൊടുക്കാണ്. വാപ്പാക്ക് ചെറിയ വിഷമമൊക്കെ ആയിണ്ട് കേട്ടോ. എത്രയായാലും നമ്മുടെ മക്കളല്ലേ, അവരുടെ മക്കളാവുമ്പോ അവർക്ക് അതിൻ്റെതായ ഒരു വിഷമ കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ട്രെയിനൊക്കെ കയറി അവര് ഒരു സൈഡിൽ കയറിയിട്ട് പിന്നെ അതൊന്ന് ഇറങ്ങി വേറെ കമ്പാർട്ട്മെന്റിൽ കയറുകയാണ് കേട്ടോ. അവിടെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഇനി ഈ ട്രെയിൻ എടുക്കും. അപ്പൊ ഇനി ഞാൻ വീണ്ടും ട്യൂണൊക്കെ വെക്കാണ്. അപ്പൊ എല്ലാരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. നമുക്ക് ഇതിന്റെ ബാക്കി കാണാം. Yeah.